ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഓമയ്ക്കാത്തോരൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടല്ലോ, അതിൽ വെച്ച് ഞാൻ എടുത്തതാണ്. സവാളയും ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഈ വറ്റൽമുളക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാമേ. ഇത് ഫൈനായിട്ടൊന്നും അരയണ്ട, നമ്മൾ തോരനൊക്കെ അരക്കത്തില്ലേ അതുപോലെ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില, ചെറിയുള്ളിയും വറ്റൽമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ ഒരു ചെറിയ സവാളയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഓമയ്ക്കയും ക്യാബേജും ഒക്കെ വെജിറ്റബിൾ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഓമയ്ക്കയിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പം പിന്നെ ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വെന്തിട്ടില്ലേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഈ തോരനെ അടിക്ക് പിടിക്കാനിടയുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. തോരനെ ഇതിലേക്ക് മാറ്റുകയാണ്. ഓമയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓമയ്ക്കാത്തോരൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്